എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ. പുരുഷാര ഹേതുവായി അവനെ അകത്ത് കൊണ്ടുവരുവാൻ വഴി കാണഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന് മുമ്പിൽ ഇറക്കി വെച്ചു. അവിടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാവങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ കർത്താവ് ഒരു വീട്ടിലിരിക്കുമ്പോൾ എന്നാണ് മർക്കോസ് പറയുന്നത്. ജനം ചുറ്റുമുണ്ട്. എന്നാൽ ആ സമയത്താണ് 4 പേർ ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ, നടക്കാൻ കെൽപ്പില്ലാത്തൊരു മനുഷ്യനെ, കഴിവില്ലാത്തൊരു മനുഷ്യനെ എടുത്തുകൊണ്ട് വരിക. എന്നാൽ ഈ 4 പേര് ചേർന്ന് ഇങ്ങനെയുള്ള മനുഷ്യനെ എടുത്തുകൊണ്ട് വരുന്നത് കാണുമ്പോഴെങ്കിലും ഈ പുരുഷാരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കട്ടെ. ഇല്ലെങ്കിൽ ശിഷ്യന്മാര് ഈ ആളുകളൊന്ന് പറഞ്ഞിട്ടേ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വഴിയൊന്ന് മാറിക്കൊടുക്കണം എന്ന് പറയണ്ടേ. ഇതൊന്നും അവിടെ നടന്നില്ല. വഴി കാണാഞ്ഞിട്ട് മറ്റൊരു വഴി അവര് കണ്ടുപിടിക്കാൻ, എന്തു വന്നാലും യേശു ഉണ്ടെങ്കിൽ അവനെ ഇറക്കി വെക്കണം എന്നുള്ള വിശ്വാസത്തോടെ തന്നെ അവർ വന്നു. ചില തടസ്സങ്ങൾ നാം കാണേണ്ട ദൈവപ്രവൃത്തിക്ക് ഒരുപക്ഷെ പ്രതികൂലമായി നിന്നാലും നമ്മുടെ വിശ്വാസം തള്ളിക്കളയരുത്. ഉദാഹരണം, നമ്മുടെ കർത്താവായ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ സമയങ്ങളിൽ ഈ ജനവും ഈ ശിഷ്യന്മാരൊക്കെ പല ആൾക്കാരെ തടഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അമ്മമാര് കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ യേശു അടുക്കി കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, അത് പറ്റത്തില്ല, ഇവിടെ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് പ്രവേശനമില്ലെന്നൊക്കെ പറഞ്ഞു. യേശു പറഞ്ഞു, അവരെ വിട്, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളതാണ്. ഒരിക്കൽ വഴിയിരുന്ന് കണ്ടു കാണാൻ മേലാത്ത ഒരു നിലവിളിക്കുക. ഉടനെ അവര് പറയാ, മിണ്ടാതിരി, യേശു കടന്നു പോകുന്നു. അവൻ യേശുവിനെയല്ലേ വിളിക്കുന്നു. അപ്പോൾ പലരും അനുഭവിക്കേണ്ട ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുകയാണ് ഇവര്. നാം മനസ്സിലാക്കുക, യേശുവിന്റെ മരണത്തോടുള്ള ബന്ധത്തിലും യേശു പറയുമ്പോൾ പത്രോസ് പറയുന്നു, നിനക്കങ്ങനെ അരുതേ എന്നൊക്കെ പറയുന്നു. അതിന്റെ പ്രത്യക്ഷ അടയാളമല്ലേ യേശുവിനെ പിടിക്കാൻ വന്നവരെ വാളെടുത്ത് വെട്ടിയത്, കാതറുത്തതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ പ്രവൃത്തിയും നമുക്ക് അനുഭവിപ്പാൻ തടസ്സമായി എന്ത് നിന്നാൽ കർത്താവിന് നമ്മോട് മനസ്സലിവുണ്ടായാൽ അതൊക്കെ ദൈവം നീക്കും. ഇവിടെ ഒരു പുതുവഴി അവരൊരുക്കി, അതിനാരും തടസ്സം പറഞ്ഞില്ല. ആ വീട്ടുകാരനെ അഭിനന്ദിക്കണം. കാരണം അവന്റെ വീടിന്റെ മേൽക്കൂര പൊളിച്ചിട്ടും അവൻ മിണ്ടിയില്ല. വേറെ ആരും അതിനൊരു സംസാരിച്ചായി നാം വായിക്കുന്നില്ല. കാരണം ഒരുപക്ഷെ കർത്താവോട് അനുവദിച്ച ആയിരിക്കും ആ വഴി തുറക്കുന്നത്. സകല മനുഷ്യരും നമുക്ക് ചുറ്റും തടസ്സമായി നിന്നെന്ന് പറഞ്ഞാലും ഒരു പുതുവഴിയിലൂടെ നമ്മുടെ വിശ്വാസത്തിന് ആധാരമായി ഒരു പ്രവൃത്തി ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ദൈവം ഒരുക്കുന്ന എല്ലാം പുതുവഴികളാണ്. ആ വഴി ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? ആകയാൽ തടസ്സങ്ങൾ കണ്ട് നമ്മളെ പിന്മാറാൻ, ചില പുതുവഴി അല്പം ബുദ്ധിമുട്ടുള്ളതെങ്കിലും ദൈവം നമുക്ക് വേണ്ടി തുറക്കും. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.